ഹലോ ഗെയ്സ്. നമ്മുടെ ഷിൻചാൻ ചെറുക്കനാണെങ്കിൽ ബീച്ചിൽ പോകണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബീച്ചിൽ പോവാണ്. ഓക്കെ, വാടാ ഷിൻചാനെ, നമുക്ക് ബീച്ചിൽ പോവാം. ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയിൽ പോവാം. നമ്മൾ എപ്പോഴും ഈ കാറിലല്ലേ പോകുന്നത്, അല്ലേടാ ഷിൻചാനെ? നമുക്ക് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ കാറിൽ നമ്മുടെ ബീച്ചിൽ പോവാം. ആ കാർ നമ്മൾ എടുത്തിട്ട് കുറേ നാളായി. അതുകൊണ്ടാണ് നമ്മൾ 1 മാസമേ ആയിട്ടുള്ളൂ ആ ഒരു കാറ് വാങ്ങിച്ചിട്ട്. വാടാ ഷിൻചാനെ. ഓക്കെ, വെയിറ്റ് എ മിനിറ്റ്. എടാ ഷിൻചാനെ, ഇത് കണ്ട, നമ്മുടെ ഈ ഒരു കാറിന്റെ ഡോറൊന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ ആരാടാ അടിച്ചിളക്കിയേ? ആടാ ഷിൻചാനെ, ശരിയാണല്ലോ. ഇത് ഇപ്പോൾ എങ്ങനെ സംഭവിച്ചടാ? നമ്മുടെ കാറാണെങ്കിൽ വാങ്ങിച്ചിട്ട് ആകപ്പാടെ 1 മാസമേ ആയിട്ടുള്ളൂ. അതിന് നമ്മൾ ആ ഒരു കാറ് ഓടിച്ച് കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പേ ഇതാ നമ്മുടെ ഈ ഒരു കാറിന്റെ ഡോറൊക്കെ പോയി. ഈ വണ്ടി ഓടിച്ചു നോക്ക്, ഇത് ഓടുമെന്ന് നോക്ക്. എന്താടാ? ശരിയാ. നമുക്ക് എന്തായാലും ഈ ഒരു കാർ ഓടിച്ചു നോക്കാം. ഇത് ഓടുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഈ ഒരു കാർ ഓടിച്ചു നോക്കാം. എന്നാലും ആരായിരിക്കൂടാ നമ്മുടെ ഈ ഒരു കാറിൻ്റെ ഈ ഒരു ഡോറൊക്കെ അടിച്ചിളക്കിയേ? അത് ഏതവനാണോ ആവോ. നമുക്ക് ഈ ഒരു കാർ ഓടിച്ചു നോക്കാം. എടാ ഷിൻചാനെ, വണ്ടി അനങ്ങുന്നില്ലല്ലോ. എടാ ഷിൻചാനെ, എൻ്റെ കാല് നോക്കടാ നീ. ഇതേ ഞാൻ ആക്സിലേറ്റർ ചവിട്ടി നെക്കിക്കൊണ്ടിരിക്കുവോ, പക്ഷെ ഈ ഒരു കാർ അനങ്ങുന്നില്ലല്ലോടാ പാളിയടാ ഷിൻചാനെ. ഈ വണ്ടി ഇപ്പോൾ നമ്മൾ 1 മാസമേ ആയിട്ടുള്ളൂ ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ട്. അതിനു മുമ്പേ ഇതാ നമ്മുടെ ഈ ഒരു ഡോറൊക്കെ ആരായിരിക്കും അടിച്ചോണ്ട് പോയത്. അതുകൂടാതെ നമ്മുടെ വണ്ടി ആണെങ്കിൽ അനങ്ങുന്ന പോലും ഇല്ല. അയ്യോ, ചെയ്തത്. എടാ ഷിൻചാനെ, അതൊന്നും അറിയത്തില്ല. നമുക്കൊരു പണിയാം. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബോണറ്റ് തുറന്നു നോക്കാം. അപ്പം ചിലവ് മനസ്സിലാവും എന്താണ് ഈ ഒരു വണ്ടി ഓടാത്തതെന്ന്. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബോണറ്റ് നമുക്ക് തുറന്നു നോക്കാം. എടാ ഷിൻചാനെ, ഈ വണ്ടിയുടെ ബോണറ്റ് തുറന്നപ്പോഴേ ഇതിനുള്ളിൽ എൻജിൻ പോലും ഇല്ലടാ ഷിൻചാനെ. പിന്നെ എങ്ങനെയാടാ വണ്ടി ഓടുന്നത്? അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി ഓടാതിരുന്നത്. വെയിറ്റ് എ മിനിറ്റ്. എടാ ഷിൻചാനെ, നമ്മുടെ വണ്ടിയുടെ വൈപ്പർ കാണുന്നില്ലല്ലോ. എടാ ഇത് ഏതവനാണോ ചെയ്തത്? നമ്മുടെ വണ്ടിയുടെ വൈപ്പർ വരെ അടിച്ചുകൊണ്ട് പോയി. നമ്മുടെ വണ്ടിയുടെ ഡോറും അടിച്ചുകൊണ്ട് പോയി, നമ്മുടെ വണ്ടിയുടെ എൻജിനും അടിച്ചുകൊണ്ട് പോയി. ഇതാ വൈപ്പർ വരെ അടിച്ചുകൊണ്ട് പോടാ ഷിൻചാനെ, അടിച്ചുകൊണ്ട് പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം. ആടാ ഷിൻചാനെ, ഇനി അത് തന്നെ ചെയ്യാനുള്ളൂ. നമുക്ക് പോലീസ് സ്റ്റേഷനെ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? ആടാ ഷിൻചാനെ, ശരിയാണല്ലോ. അത് നമുക്ക് CCTV ക്യാമറ ഉണ്ടല്ലോ. ഞാൻ ഇപ്പോഴത് ഓർത്ത്. ഇനിയിപ്പോൾ നമുക്ക് ആ CCTV ക്യാമറ കൂടെ നോക്കാടാ ഷിൻചാനെ, ഇത് ആരാണ് ചെയ്തതെന്ന്. വാടാ ഷിൻചാനെ, നമുക്ക് നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടറിൽ കൂടെ നോക്കാം. നമ്മുടെ CCTV ക്യാമറയിൽ നമുക്ക് നോക്കാം ഗെയ്സ്. ഓക്കെ, ആരാണ് അത് ചെയ്തത് നമുക്ക് നോക്കാം. വാടാ ഷിൻചാനെ, നമുക്ക് നോക്കാം. വാടാ ഷിൻചാനെ. ഓക്കെ, നമുക്കിവിടെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. വാടാ ഷിൻചാനെ. ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ CCTV ക്യാമറയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത് ചെയ്തത് മറ്റാരുമല്ല, എൻ്റെ കൂട്ടുകാരൻ സുമേഷാണ്. കാറ് വാങ്ങിച്ചപ്പോഴേ അവന് കുശുമ്പുണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, എന്തിനാണ് 2 കാറ്, 1 കാറ് പോരെ, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് അവന് കുശുമ്പുണ്ടെന്ന്. പക്ഷെ അവൻ ഇങ്ങനെ ഒരു കാറിൽ ഈ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും വാടാ ഷിൻചാനെ, അവൻ്റെ വീട്ടിലോട്ട് ചെന്നിട്ട് തന്നെ കാര്യം. ആടാ ഷിൻചാനെ, വാ. അവനെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. എൻ്റെ കാറിൻ്റെ ആ ഒരു സാധനങ്ങൾ അവൻ അടിച്ചുകൊണ്ട് പോയല്ലേ. അവൻ കളിച്ച് എൻ്റെ വീട്ടിലാണ് കയറി കളിച്ചത്, ഈ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ. വാടാ ഷിൻചാനെ, ഇത് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവൻ എൻ്റെ വീട്ടിലെ കാറിൻ്റെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകല്ലേ. ഇതിന് മറുപടി കൊടുത്തിട്ട് തന്നെ കാര്യം. വാടാ ഷിൻചാനെ, കയറി. ഗെയ്സ്, ഫൈനലി നമ്മളിതാ ഇവൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, എടാ ഷിൻചാനെ ഇറങ്ങടാ. ഓക്കെ, നമ്മൾ ഇവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എടാ ഷിൻചാനെ, വേഗം ഇറങ്ങ്, നമുക്ക് സമയമില്ല. എടാ ഷിൻചാനെ, അവനെ വിളിക്കാൻ പോവാ. എടാ സുമേഷേ, ഇറങ്ങി വാടാ. എടാ ഫ്രാങ്ക്ലിൻ, നീയായിരുന്നു. വാടാ, കയറിയിരിക്കടാ, അകത്തിനെ സംസാരിക്കും. എടാ സുമേഷേ, ഞാൻ നിൻ്റെ വീട്ടിലകത്ത് കയറിയിരുന്ന് സംസാരിക്കാനല്ല വന്നത്. നീയാണോടാ എൻ്റെ കാറിൻ്റെ പാർട്സ് എല്ലാം അടിച്ചു മാറ്റിയത്?
എന്താണ് ഫ്രാങ്ക്ലിനെ, ഞാൻ നിന്റെ കാരണം പാഴ്സലും അടിച്ചു മാറ്റിയെന്ന്? എന്താടാ ഫ്രാങ്ക്ലിനെ നീ പറയുന്നത്? ഞാനൊക്കെ നിന്റെ കൂട്ടുകാരനല്ലേടാ ഫ്രാങ്ക്ലിനെ, ഞാൻ അങ്ങനെ ചെയ്യുമോ? നീ എന്താണ് ഈ ഫ്രാങ്ക്ലിനെ പറയുന്നത്? എന്താടാ സുമേഷേ, നീ ചെയ്തിട്ടില്ലല്ലേ ഒന്നും? എടാ നീ കള്ളം പറയണ്ട. എടാ സുമേഷേ, എൻ്റെ വീട്ടിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നടാ. നിന്റെ മുഖം അതിനകത്ത് വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ടാ. നീ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ കയറി കളിക്കാറാടാ. എന്താടാ ഈ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ CCTV ഉണ്ടായിരുന്നോ? എടാ സുമേഷേ, നീ കളിക്കാതെ നീ അടിച്ചുകൊണ്ട് പോയ സാധനത്തിൻ്റെയൊക്കെ നഷ്ടപരിഹാരം താടാ സുമേഷേ. എന്താണ് ഫ്രാങ്ക്ലിനെ, ഞാനല്ലടാ കട്ടത്. എടാ പിന്നെ ഞാൻ CCTV കൂടെ കണ്ടത് എന്താടാ? പിന്നെ നീ മര്യാദയ്ക്ക് ആ നഷ്ടപരിഹാരം ഇങ്ങ് തന്നേക്ക്, അല്ലെങ്കിൽ ഞാനേ കൊന്നു കളയോടാ. ഫ്രാങ്ക്ലിനെ, ശരി, ഞാൻ നഷ്ടപരിഹാരം തരാടാ ഫ്രാങ്ക്ലിനെ, എന്നെ ചെയ്യല്ലേ. എന്താടാ? നഷ്ടപരിഹാരം തന്നാൽ നിനക്ക് കൊള്ളാം. ഇനി വേഗം ആ നഷ്ടപരിഹാരം താടാ. ഓക്കെ ഗൈസ്, നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു നഷ്ടപരിഹാരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ബീച്ചിൽ പോവാം. ആടാ ഷിൻചാനെ, നമുക്ക് ബീച്ചിൽ പോവാം. ഓക്കെ, പിന്നെ നമ്മൾ അവനെയൊന്നും ചെയ്തില്ല, നമ്മൾ അവനെ കൊല്ലുകയോ ഒന്നും ചെയ്തില്ല. കാരണം നമ്മൾ ന്യായമായിട്ട് തന്നെയാണ് ചെയ്തത്. അതായത് അവൻ കട്ടുകൊണ്ട് പോയ സാധനത്തിനൊക്കെ നമ്മൾ നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ടുണ്ട്, അല്ല നമ്മൾ അവനെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, സോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ ടാർഗറ്റ് 1K സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് എന്തായാലും ബീച്ചിലോട്ട് പോവാം. എടാ ഷിൻചാനെ, അങ്ങനെ നമ്മളിതാ നമ്മുടെ ബീച്ചിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബീച്ചിൽ ഒരു ചെറിയ പാലം. ഇവിടെ നിൽക്കാൻ നല്ല രസമുണ്ട്. സോ എടാ ഷിൻചാനെ, എങ്ങനെയുണ്ട്? എന്താടാ? ആടാ ഷിൻചാനെ, പിന്നെ ബീച്ചിൽ വന്നിട്ട് പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയില്ലേ പിന്നെ എന്ത് രസം. പിന്നെ ഗീസ്, നമ്മൾ ആ ഒരു സുമേഷിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ നഷ്ടപരിഹാരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വാടാ ഷിൻചാനെ, നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാം. അപ്പോൾ എടാ ഷിൻചാനെ, വേഗം ചാടറാ. എന്താടാ? എടാ ഷിൻചാൻ കടലിൽ മുങ്ങിപ്പോയി തോന്നുന്നു. നീന്താ അറിയത്തില്ലേ, ചാടല്ലോ. ഇനി ഇവനെ രക്ഷിക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.